ഇത് കണ്ടോ, ഇത് ഇവിടെ സ്ഥിരമാണ് കേട്ടോ. ഇതുപോലെ ആടിനെ വെക്കാനായിട്ട് വിടും. കൂടുതലും ഈ കാട് പിടിച്ച് കിടക്കുന്ന സമയത്താണ് ഇവർ ഇതുപോലെ വിടുന്നത്. നല്ല രസമാണ് കാണാൻ. ഇവരുടെ കൂട്ടത്തിലൊരു പട്ടിയുണ്ട് ഇവരെ നോക്കാനായിട്ടേ. ആ ആളിനെയാണ് ഞാൻ അതോ അവിടെ നിൽക്കുന്നത് കണ്ട. ഇല്ല കണ്ട, ഇനി അടുത്ത് വന്ന് ഇവിടെ പട്ടിയല്ല ആടിൻ്റെ കാര്യമെന്ന് പറഞ്ഞു. പട്ടിയോടെ നിന്നെ അന്തം വിട്ട് നോക്കുന്നു. എന്നെ പാവാട പിടിച്ചെടുത്തോണ്ട് പോണം. നോക്കേണ് നമ്മളിനെയാണ് തൊടുന്നതെന്ന് അറിയാനായിട്ടാണ് അന്തം വിട്ട് വിജിലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ പട്ടി. അതെൻ്റെ യജമാനൻ ഷെപ്പേർഡും ഉണ്ട്. വേണ്ടായിരുന്നു, ഈ മനുഷ്യനാണ് ഷെപ്പേർഡെന്ന് വിളിച്ചത്. എന്താ കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പലതരം കളറല്ലേടി. ബ്രൗൺ ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കൂടുതലും ബ്ലാക്കും വൈറ്റും ഒക്കെ അല്ലേ കൂടുതലും നമ്മൾ കാണുന്നത്. ഇവിടെ ഇത് കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ്. നല്ല പട്ടി സാറ് അടുത്തടുത്ത് വരുന്ന കണ്ടോ. അയാളാണ് നോക്കുന്നത് അതിനെ. പട്ടീനെ ഇടിച്ചിടിച്ച് കൊണ്ടുപോകുന്നു. ശരിക്കും നല്ലൊരു കാഴ്ചയാണല്ലേ, സാറ്റിസ്ഫൈയിങ്. എന്ത് രസമാണ്, അവർ എന്ത് ഹാപ്പി ആയിട്ടാണ് ഫുഡ് ഇല കഴിക്കുന്നത്. ഈ വേസ്റ്റൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഈ വേസ്റ്റെല്ലാം ഇടുന്നതെന്ന്. അല്ല കേട്ടോ, ഞാനൊരു വേസ്റ്റ് പോലും ഇങ്ങോട്ടിടത്തില്ല. ഇത് മുകളിലത്തെ നിലയിൽ കഴിയുന്ന കുറേ റൂംമേറ്റ്സ് ഉണ്ടല്ലോ, അവർ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പേപ്പർ പോലും കളയത്തില്ല. അത് ആ ജനലിൽ കൂടി ഇങ്ങനെ പുറത്ത് കളയും. അല്ലാതെ ഞാനൊന്നും ഇങ്ങോട്ട് ഇതുവഴി ഒന്നും കളയത്തില്ല. എൻ്റെ പൂച്ച സാറ് വെളിയിൽ ഇതോ അവിടെ ആ മണ്ണിൽ കിടന്ന് മറിയുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോൾ അവ അങ്ങോട്ട് ഓടി. അവനെ കണ്ടപ്പോൾ ആടുകളെല്ലാം കൂടെ ഇങ്ങോട്ട് ഓടി. പക്ഷേ പിന്നെ അവനെ കണ്ടില്ല. അവൻ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. അവൻ ജീവനും കൊണ്ട് ഓടി. ഒരാൾ അടുത്തടുത്ത് വന്നിരിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ സന്തോഷം നോക്കി. അയ്യോ, എന്നെ നോക്കുന്നു. ചാടി കയറുന്ന എന്തോ. ഇപ്പുറത്ത് കുറച്ച് എന്തോ ഒരു ചെടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് കഴിക്കുന്നു. എൻ്റെ പൂച്ച എവിടെ പോയാന്ന് അവൻ പേടിച്ചോടി കളഞ്ഞു. ഇനി ഇവരെല്ലാവരും പോയിട്ടേ അവൻ തിരിച്ചു വരും.